ഹായ്, എല്ലാ കൂട്ടുകാർക്കും തലശ്ശേരി രുചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തലശ്ശേരി കോട്ടയം സ്റ്റൈൽ മിക്സ്ഡ് മീൻ കറിയാണ്. ഇത് ഞാനിവിടെ ഇടയ്ക്ക് ഗെറ്റ് ടുഗദറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ്. കൂടാതെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ അവർ ഇതിൻ്റെ റെസിപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കാറ്റ്ഫിഷ് അഥവാ മുഷിയാണ് എടുത്തിരിക്കുന്നത്. കടയിൽ നിന്നും മുറിച്ചു കിട്ടിയ ഈ കഷ്ണങ്ങൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി പിടിക്കുന്നതിനായിട്ട് ഞാൻ അല്പം വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തേച്ച് കൊടുക്കാം. എല്ലാ പീസസും നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും മുളകും ഒക്കെ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു 20 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. വറുക്കുന്നതിനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ വലിയ പീസസിനെ ഒന്നും കൂടെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇട്ട് കൊടുക്കാം. ഇതേനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് രണ്ട് ഭാഗവും കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇത് മറിച്ചിടുകയാണ്. ഈ മുഷി വളരെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കറിയിൽ ഇടുന്നതിന് മുന്നേ നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് 1/4 ഭാഗത്തോളം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, 6 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻ പുളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. കറിയിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഈ മസാലപ്പൊടികളൊക്കെ നമുക്ക് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി അല്പാൽപമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ആദ്യം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളുടെ ഈ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനി ഒന്ന് എണ്ണ തെളിയുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം കൂടെ വെള്ളം ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി പൊടികൾ കരിയാതെ നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പൊടികളൊക്കെ നന്നായി വെന്തിട്ടുണ്ടെന്നാണ്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് വേവിക്കാം. കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പസമയം കഴിഞ്ഞിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ നാടൻ മുഷിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കപ്പയുടെയും ഒക്കെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ വളരെ നല്ലൊരു കറിയാണിത്. മീൻ കറി എപ്പോഴും മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൺചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ചീനച്ചട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ കറി ഉണ്ടാക്കിയതിന് ശേഷം 5-6 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നതാണ്. ഇതിൽ എരിവിൻ്റെ ഭാഗം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഈ മീൻകറി ശരിക്കും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ടയം സ്റ്റൈലിലാണ്. പക്ഷേ കൊടുമ്പുളിക്ക് പകരം തലശ്ശേരി മീൻകറിക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വാളൻപുളിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മീൻകറി ഇതേ രീതിയിൽ ഏത് മീൻ ഉപയോഗിച്ചിട്ടും വയ്ക്കാവുന്നതാണ്. ഇതുപോലെ പൊടിയാൻ സാധ്യതയുള്ള മീനുകളാണെങ്കിൽ മാത്രം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കറിയിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ഈ മീൻകറി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.